മഴതോരും മുമ്പിലെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അലീന നമ്മളെ വൈജയന്തിയുടെ മോളാണെന്ന് അറിഞ്ഞ സത്യം അറിഞ്ഞതിന് ശേഷം തൊട്ടേ നമ്മൾ ബാലചന്ദ്രൻ ആകെ തകർന്നിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ നമ്മളെ വൈജയന്തിയുടെ പൂർവ്വകാലം അന്വേഷിച്ച് പോകുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് അലീന വൈജയന്തിയുടെ മകളാണെന്ന് ഉള്ള സത്യമൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ ബാലേന്ദ്രന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ബാലേന്ദ്രനെ കാണാത്ത വിഷമത്തിലാണ് കേട്ടോ. അവിടെ വീട്ടിലെല്ലാവരും വൈജയന്തി ആണെങ്കിലും എല്ലാവരും ബാലേന്ദ്രനെ കാണാത്ത വിഷമത്തിലാണ്. അങ്ങനെ നമ്മൾ അലീന ആണെങ്കിലും മനുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അലീന അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. വൈജയന്തി ആണെങ്കിലും ഒരുപാട് വട്ടം നമ്മൾ ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഫോണോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നതും ഇല്ല. അപ്പം ബാലേന്ദ്രൻ എവിടെ പോയെന്നുള്ള ഒരു ഇതും നമ്മളെ വൈജയന്തിക്കും ഇല്ല കേട്ടോ. ഒരു ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല എവിടെ പോയെന്നുള്ളതും. അപ്പോൾ നമ്മളെ മുത്തശ്ശി ഇത് അറിയുന്നുണ്ട്. മുത്തശ്ശി അറിഞ്ഞപ്പോഴും മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മോൻ എവിടെ പോയെന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിലും മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കാണിക്കുന്നത് നമ്മളെ ബാലേന്ദ്രൻ്റെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ഒരു തോക്കെടുത്തിട്ട് നമ്മളെ വൈജയന്തിയുടെ തലയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ വൈജയന്തി സ്വപ്നം കാണുവാണോ എന്നറിയത്തില്ല. അപ്പം പിന്നെ കാണിക്കുന്നതാകും. പിന്നെ നമ്മൾ അലീന ആണെങ്കിൽ സൗണ്ടും കാലിലും കേട്ടിട്ട് നമ്മൾ അലീന ഓടി വരുന്നുണ്ട് കേട്ടോ റൂമിലേക്ക്. അങ്ങനെ നമ്മൾ പിന്നെ ബാലേന്ദ്രനാണെങ്കിൽ ആ തോക്ക് നേരെ അലീനയുടെ നേരെ ചൂണ്ടുന്നുണ്ട് കേട്ടോ. അലീന ആണെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ആ ഒരു ടെൻഷനിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അലീന ആണെങ്കിൽ ഓടി വൈജയന്തി അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ മരിക്കുന്നതിന് മുമ്പ് നീ എന്തിനാണ് മരിക്കുന്നതെന്നുള്ള സത്യം നീ അറിയേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കാണുമ്പോഴാണ് നമ്മൾ അലീന ആണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ഒരു ആംബുലൻസ് ഒക്കെ വരുന്ന കാണുന്നുണ്ട് കേട്ടോ. അത് പിന്നെ എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഈ കാര്യം മനുവിൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോഴാണെങ്കിൽ മനു ആകെ ഷോക്കായിട്ട് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.